നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം ഭാവി ഭാരതം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഭാവിയിലെ ഭാരതം എങ്ങനെയാണെന്ന് പറയാനുള്ള അധികാരമുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ഭാവിയിലെ ഭാരതത്തെ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, പല വിധത്തിലുള്ള ഭാഷകളും പല വിധത്തിലുള്ള ഭക്ഷണങ്ങളും പല ആചാരങ്ങളും പല കാലാവസ്ഥകളും നിറഞ്ഞാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം വ്യത്യസ്ത രീതികൾ നിറഞ്ഞ ഭാരതത്തിൽ പല പല രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ധാരാളം കടലുകളും ധാരാളം മലകളും ധാരാളം ആചാരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്ന നൂലിലെ പല മണികളായിട്ടാണ് അവ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയധികം വ്യത്യാസങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ ഇത്രയും ഭിന്നതകൾ നിറഞ്ഞ വേറൊരു രാജ്യം ഏതുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഉത്തരമേ ഉള്ളൂ. അങ്ങനെ ഒരു രാജ്യം വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഭാവിയിലെ ഭാരതം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കെല്ലാം സ്വപ്നം കാണാനുള്ള അധികാരമുണ്ടല്ലോ, ഈ പരസ്യത്തിലൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ നമ്മൾ സ്വപ്നം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ധാരാളം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അത് ജാതിയുടെ പേരിലായാലും അത് അതിർത്തിയുടെ പേരിലായാലും പിന്നെ മതത്തിൻ്റെ പേരിലായാലും ഈ തീവ്രവാദങ്ങളൊന്നും ഒട്ടും കുറവ് തന്നെയല്ല. നമുക്കറിയാം, ഈ ഇടയ്ക്ക് തന്നെ എത്ര തീവ്രവാദികളാണ് നമ്മുടെ ഇന്ത്യക്കാരെയും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം നാട്ടുകാരെയും കൊന്നൊടുക്കിയത്. എത്രയധികം ദുഷ്കരമായ കാര്യമാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഭാവിയിലെ ഭാരതം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായാണ് കണക്കുകൂട്ടുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായിട്ടാണ് നമ്മളിന്ന് കണക്കുകൂട്ടുന്നത്. പക്ഷെ നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ജനതയ്ക്ക് നമ്മൾ സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണെന്ന് പറയാൻ സാധിക്കുന്നു. കാരണം അത്രയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഒരേപോലെ തുല്യരാണെന്നും ആർക്കും ഒരു മുൻഗണനയുമില്ലെന്നും. പക്ഷേ നമ്മളിന്ന് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇന്ന് ആർക്കാണ് മുൻഗണന? വലിയ വലിയ നേതാക്കന്മാർക്കും വലിയ വലിയ ഉയരങ്ങളിലുള്ളവർക്കും മാത്രമാണ് ഇന്നിവിടെ അധികാരവും എല്ലാം ഉള്ളത്. സാധാരണക്കാരായ നമുക്ക് ഇന്നിവിടെ ഒരു അധികാരവും ഒരു ശബ്ദവും ഉയർത്താൻ സാധിക്കില്ല എന്നുള്ളതും സത്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഭാവി ഭാരതം എന്ന് വെച്ചാൽ നമ്മുടെ നേതാക്കന്മാരെല്ലാം നമ്മുടെ സ്വതന്ത്രമായി നല്ല രീതിയിൽ തന്നെ നോക്കുകയും നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരികയും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേരളത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ പിന്നോക്കം ഒന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ പിന്നോക്കമുള്ള തലമുറ നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പണ്ട് മനുഷ്യർ എന്ന് പറയുമ്പോൾ ഈ കാട്ടുമൃഗങ്ങളെയും എല്ലാം പിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് ചക്രം അതുപോലെ തന്നെ കറങ്ങുന്ന ഒരു സാധനം കണ്ടുപിടിക്കുകയുണ്ടായി. അത് ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുകയും ചെയ്തു. പിന്നീട് ഇലക്ട്രിസിറ്റിയും പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലും എല്ലാം വളരെ ഉയരങ്ങളിലാണ് എത്തിയിരിക്കുന്നത്. അത് നമുക്ക് കണ്ടറിയാൻ തന്നെ സാധിക്കുമല്ലോ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ജനിക്കുന്നൊരു കുട്ടിയുടെ കയ്യിൽ പോലും മൊബൈൽ ഫോണുള്ളത്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ നല്ല രീതികൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ, മോശം രീതികൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ വളർന്ന് നമ്മൾ എഐയുടെ കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യലായ ഇൻ്റലിജൻസിനെ ഉണ്ടാക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എഐയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഇനി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഈ എഐ നല്ല പ്രാബല്യത്തിൽ വരികയും ഈ റോബോട്ടുകളും ആ ഫീൽഡിലൊക്കെ വലിയ വിവരങ്ങൾ എത്തുകയും ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നതാണ്.